ബ്രേക്കിംഗ് ഭിന്നശേഷിക്കാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും വെളിച്ചം കാണാത്ത അവസ്ഥയിൽ 2018 മുതൽ ആശ്വാസകിരണം പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആദ്യ ഗഡു പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. തമിഴ്നാട് മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകളിൽ നിന്ന് ഭിന്നശേഷിയുള്ളവരുടെ പെൻഷൻ വേർപെടുത്തി അത് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണം. ഭിന്നശേഷിയുള്ളവരുടെ ജോലിയിലുള്ള 4% സംവരണം പൂർണ്ണമായും നടപ്പാക്കി അത് പ്രാവർത്തികമാക്കണം. അതുപോലെ ആശ്വാസകിരണം പദ്ധതി കുടിശ്ശിക വിതരണം ചെയ്യണം. എല്ലാ മെഡിക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പീച്ച് തെറാപ്പികൾ തുടങ്ങണം. അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ ഭിന്നശേഷിയുള്ളവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി സർക്കാരിൻ്റെ ജോലികൾ നേടിയെടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇതൊക്കെ കേൾവിക്കുറവും കാഴ്ച പരിമിതി ഉള്ളവരുടെ പേര് വെച്ചുകൊണ്ടാണ് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടി ആരെങ്കിലും ജോലി നേടിയിട്ടുണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് യഥാർത്ഥ ഭിന്നശേഷിയുള്ളവർക്ക് അത്തരം ജോലികൾ നൽകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ സോളമൻ, അവരുടെ ന്യായമായ ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. പദ്ധതിയുണ്ട്, പക്ഷേ ആ പദ്ധതി കൊണ്ട് ഒരു ആശ്വാസവുമില്ല എന്ന വസ്തുത എന്തുകൊണ്ടാണ് അധികൃതർ കാണാതെ പോകുന്നത്? സുജയ, നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയായിരുന്നു ഈ ഭിന്നശേഷിക്കാരുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടിക്കൊണ്ട് അവരുടെ തസ്തികകളിൽ പല അനധികൃതരും കയറി ആ പോസ്റ്റിൽ ജോലി ചെയ്ത് വന്നിരുന്നത്. ആ വാർത്ത പുറത്തുവിട്ടുവെങ്കിലും ഇപ്പോഴും നിയമത്തിന് മുന്നിൽ അവരാരും വന്നിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് നിലവിൽ ഭിന്നശേഷി സംഘടന കൂടിയായിട്ടുള്ള DPIL ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഇത് കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇവർക്ക് പലവിധത്തിലുള്ള സംഭരണങ്ങളുണ്ട്, പക്ഷേ അതിലൊന്നും തന്നെ കേവലം 5% പോലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ആണ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ആശ്വാസകിരണം പദ്ധതിയാണ്. 2018 അപേക്ഷിച്ചവർക്ക് പോലും നാളിതുവരെയുമായിട്ട് ആദ്യ ഗഡു പോലും ഇതുവരെയും നൽകാതെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. പല കുടുംബങ്ങളും വലിയ ഒരു ദുരിതത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം ഇവരുടെ ചികിത്സയ്ക്കും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുടുംബത്തിലെ മറ്റ് പലരെയും ആശ്രയിച്ചാണ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കാലം അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ ഈ ബുദ്ധിമുട്ട് സർക്കാർ കാണണം. സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഒക്കെ നടത്തി ആ പാവങ്ങൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു അരുൺ സോളമൻ.